നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. ബിജെപിയും പോലീസും അരവിന്ദ് കെജ്രിവാളിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആരോപിച്ച് ഡൽഹി മുഖ്യമന്ത്രി ആതിഷി രംഗത്ത്. കേജ്രിവാളിന്റെ ജീവൻ ഇല്ലാതാക്കാൻ ഈ രണ്ട് വിഭാഗവും ഗൂഢാലോചന നടത്തുകയാണ് എന്നും ഒന്നിനു പിന്നാലെ ഒന്നായി അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നുമാണ് ആതിഷി ആരോപിക്കുന്നത്. കേജ്രിവാളിന് പഞ്ചാബ് പോലീസ് നൽകിയ സുരക്ഷ പുനഃസ്ഥാപിക്കണമെന്ന് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ആതിഷി പറഞ്ഞു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാർ. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കടുവയെ പിടിക്കാൻ വനം വകുപ്പ് ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കടുവയെ പിടിക്കാൻ ഒരു കൂട് മാത്രമാണ് സ്ഥാപിച്ചത്. വനത്തിൽ കാര്യമായ തിരച്ചിൽ നടത്തുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. അതേസമയം വെടിവെക്കാൻ നിയോഗിച്ച ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെ സ്ഥലത്തെത്താൻ വൈകിയതിൽ നാട്ടുകാർ പ്രതിഷേധം തുടർന്നു. ഇതിനിടെ പ്രതിഷേധക്കാരും നാട്ടുകാരും തമ്മിൽ പലവട്ടം ഉന്തും തള്ളുമുണ്ടായി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങുമ്പോൾ ജമ്മു കാശ്മീരിലെ സൈനിക ക്യാമ്പിൽ ഭീകരർ വെടിയുതിർത്തു. പുലർച്ചെ കത്വ ജില്ലയിലെ വനമേഖലയിലെ താൽക്കാലിക സൈനിക ക്യാമ്പിന് നേരെയാണ് വെടിയുതിർത്തത്. വെടിവയ്പ്പിന് ശേഷം ഓടിപ്പോയ ഭീകരരെ കണ്ടെത്താൻ വ്യാപക തിരച്ചിൽ നടത്തുകയാണെന്ന് സൈന്യം അറിയിച്ചു. ഭീകരർക്ക് നേരെ തിരിച്ചും വെടിവയ്പുണ്ടായി. അരമണിക്കൂറോളം ഇരുവിഭാഗങ്ങളും തമ്മിൽ വെടിവയ്പ് തുടർന്നു. ഇരുവശത്തും ആളപായം ഉണ്ടായിട്ടില്ല. 3 പേരാണ് ആക്രമണത്തിൽ പങ്കാളികളായതെന്നാണ് വിവരം. ഇവർ വനപ്രദേശത്ത് തന്നെ ഉള്ളതായാണ് സംശയം. DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് IC ബാലകൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത ശേഷം IC ബാലകൃഷ്ണനെ ജാമ്യത്തിൽ വിട്ടു. MLA കേണിച്ചിറയിലെ വീട്ടിൽ പോലീസിന്റെ പരിശോധന ഇന്നലെ നടന്നിരുന്നു. MLA സാന്നിധ്യത്തിൽ നടന്ന പരിശോധനയിൽ രേഖകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ADGP വിജയന്. അഗ്നിരക്ഷാ സേനയിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദനൻ നായർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കും വിശിഷ്ട സേവനത്തിലുള്ള ബഹുമതി ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിന് പോലീസ് സേനയിലെ 10 പേർക്കാണ് മെഡൽ. അഗ്നിരക്ഷാ സേനയിൽ 5 പേർക്കും ജയിൽ വകുപ്പിലെ 5 പേർക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു. അടൂരിൽ 17-കാരി കൂട്ട ബലാത്സംഗത്തിനിരയായി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയായ പെൺകുട്ടി കൗൺസിലിംഗിലാണ് പീഡനത്തിനിരയായ വിവരം തുറന്നു പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. 7ാം ക്ലാസ് മുതൽ തുടർച്ചയായി പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കേസ് രജിസ്റ്റർ ചെയ്തു നടത്തിയ അന്വേഷണത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തതായി അടൂർ പോലീസ് അറിയിച്ചു. 6 പേരെ കൂടെ പിടികൂടാനുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കളും ഒരു അകന്ന ബന്ധുവുമാണ് പ്രതികൾ. ഈ വർഷം അവസാനത്തോടെ മുഖ്യമന്ത്രി പദം DK ശിവകുമാറിന് കൈമാറുമെന്ന് സിദ്ധാരാമയ്യ സൂചന നൽകി. കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2023 മെയ്യിൽ കോൺഗ്രസ് അധികാരത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി ഇരു നേതാക്കളും അവകാശവാദം ഉന്നയിച്ചിരുന്നു. തുടർന്ന് 2.5 വർഷം വീതം പദവി പങ്കിടും എന്ന ധാരണയിൽ എത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കാൻ ധാരണയില്ലെന്നാണ് അടുത്ത കാലം വരെ സിദ്ധാരാമയ്യ പറഞ്ഞിരുന്നത്. നേരത്തെ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അധികാര കൈമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി ധാരണയുണ്ടെന്നും തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു. അത് വിവാദമായതോടെ സിദ്ധാരാമയ്യയുടെ വാക്ക് അന്തിമമാണെന്ന് അറിയിച്ച് ശിവകുമാർ തന്നെ രംഗം ശാന്തമാക്കുകയായിരുന്നു. രാജ്യത്ത് പഠനത്തിനായി എത്തുന്ന രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം വീണ്ടും നിയന്ത്രിക്കാൻ ഒരുങ്ങി കാനഡ. പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, മറ്റു സേവനങ്ങൾ എന്നിവയിലെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനാണ് നീക്കം. സമീപ വർഷങ്ങളിലെ ജനസംഖ്യാ വളർച്ച, ഭവനക്ഷാമം രൂക്ഷമാകുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് 2024-ൽ കാനഡ രാജ്യാന്തര വിദ്യാർത്ഥി പെർമിറ്റുകൾക്ക് പരിധി ഏർപ്പെടുത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ വിദേശ സഹായങ്ങൾ മരവിപ്പിക്കാൻ US തീരുമാനം. അടിയന്തര ഭക്ഷണത്തിനും സൈനിക സഹായത്തിനും ഇസ്രായേലിനും ഈജിപ്തിനും നൽകുന്ന സഹായം ഒഴിച്ചുള്ള മറ്റ് വിദേശ സഹായങ്ങളാണ് നിർത്തലാക്കുന്നത്. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ജോ ബൈഡൻ കോടിക്കണക്കിന് ഡോളർ ആയുധങ്ങൾ നൽകിയ യുക്രൈൻ ഉൾപ്പെടെ ഇത് ബാധിക്കുമെന്നാണ് വിവരം. മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്ന പാക് വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന് അനുമതി നൽകി US സുപ്രീം കോടതി. കീഴ്ക്കോടതി ഉത്തരവിനെതിരെ തഹാവൂർ റാണ നൽകിയ അപ്പീൽ തള്ളിയാണ് നിർണായക ഉത്തരവ്. കീഴ്ക്കോടതികളിലെ കേസുകളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ US സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഇത് തള്ളിയതോടെ 2 രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാകും റാണയെ കൈമാറ്റം ചെയ്യുക.